ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. തേങ്ങയോ തേങ്ങാപ്പാലോ കപ്പികാച്ചലോ ഒന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. മിനിമം നമുക്കൊരു 3 മണിക്കൂറെങ്കിലും ഇത് കുതിർത്തെടുക്കണം. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ 2 കപ്പ് ഇടിയപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ പത്തിരിയുടെയോ പൊടി യൂസ് ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് അവലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മട്ടാവലായാലും അത് യൂസ് ചെയ്യാം. അതും നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ആ അരിയിലെ വെള്ളമൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പച്ചവെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ അവൽ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അവൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും ഇട്ട് വെച്ചിട്ട് ഒന്ന് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പച്ചവെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മഷിപ്പരുവത്തിന് അരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അരിമാവിലേക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ ഈസ്റ്റും എല്ലാനും എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ. ഇതിനിടയിൽ ഉപ്പും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാനും പെർഫെക്റ്റ് ആണ്. ഇനിയിപ്പോൾ നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. മിനിമം ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഇത് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ രാവിലത്തേക്ക് ഇതെന്തായാലും ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലത്തേക്ക് നോക്കാം. അപ്പോൾ അതാ ഇവിടെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ അതാ നല്ല രീതിയിൽ ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ ഉപ്പും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനിയിപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ ഒന്നും കൂടി ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അരമണിക്കൂറും കൂടി ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അതവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ പിന്നെയും നമ്മുടെ മാവ് ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ദോശത്തവയാണ് വെച്ചിരിക്കുന്നത്. അത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 തവി മാവ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ അങ്ങോട്ട് വയ്ക്കുക. ഇതിൽ ചെറിയ ചെറിയ ഹോൾസൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയിട്ട് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന അപ്പമാണ്. അപ്പോൾ അതാ നല്ല ചൂടോടെയുള്ള നല്ല ആവി വറക്കുന്ന നമ്മുടെ ഹോൾസൊക്കെ ഉള്ള നല്ല അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാവരും ചുട്ടെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ മാവ് എടുത്തിട്ടില്ല, പകുതി മാവ് എടുത്തിട്ടുള്ളൂ. പകുതി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ഹോൾസൊക്കെ ഉള്ള നല്ല അടിപൊളി സോഫ്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഈസിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്